जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേകൃഷ്ണ. നമ്മൾ ഇവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന അധ്യായം 11-ാമത്തെ അധ്യായമാണ്. 11-ാമത്തെ അധ്യായത്തിൽ അവസാന ശ്ലോകം ആണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. 85-ാമത്തെ ശ്ലോകം. യെസ്. അപ്പം ഇതുവരെയുള്ള ഭാഗത്ത് ഭഗവാൻ അവസാനം പറയുന്നത് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാന്റെ ഈ ഒരു രൂപത്തെ, ഭഗവാന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വിഭുജ രൂപത്തെ, ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു രൂപം ദേവന്മാർ പോലും കാണാൻ കൊതിക്കുന്ന സുദുർദർശമായ രൂപമാണ്. അത്ര എളുപ്പത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭക്തി കൊണ്ട് മാത്രമേ ആ ഒരു രൂപത്തെ കാണാൻ സാധിക്കൂ. മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ഒന്നും ഒരിക്കലും നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാന്റെ ഈ ഒരു രൂപത്തെ കാണാൻ സാധിക്കുകയില്ല എന്നും ഭഗവാൻ പറഞ്ഞു വെച്ചു. വേദപഠനം കൊണ്ടോ, യജ്ഞങ്ങൾ ചെയ്തത് കൊണ്ടോ, ദാനം ചെയ്തത് കൊണ്ടോ, തപസ് ചെയ്തത് കൊണ്ടോ ഒന്നും നമുക്ക് ഭഗവാന്റെ ഈ ഒരു രൂപത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭക്തി കൊണ്ട് മാത്രമേ, ഭക്ത്യാത്വനന്യാശക്യ അഹമേവം വിധോ അർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. 54-ാമത്തെ ശ്ലോകത്തിൽ പറയും ഭക്ത്യാത്വനന്യാശക്യ, ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാന്റെ ഈ ഒരു നമ്മൾക്ക് ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഇനി അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ നിർദ്ദേശമാണ് ഈ ഒരു അവസാന ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ആ ഭക്തി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. മത്കർമ്മ കൃന്മത്പരമോ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യസമാമേതി പാണ്ഡവ. വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി വായിച്ചു. മത്കർമ്മകൃത് മത്പരമോ മൽഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. വിവർത്തനം. പ്രിയ അർജുന, എൻ്റെ ശുദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെയോ ഊഹാപോഹങ്ങളുടെയോ മാലിന്യം കൂടാതെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുകയും എന്നെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായി കരുതുകയും സർവഭൂതങ്ങളോടും സുഹൃത് രൂപേണ പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ നിശ്ചയമായും എന്നെ തന്നെ പ്രാപിക്കും. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ആത്മീയ അന്തരീക്ഷത്തിലുള്ള കൃഷ്ണലോകമെന്ന ഗ്രഹത്തിൽ സർവോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനുമായി ഉറ്റ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവർ കൃഷ്ണന്റെ ഈ നിർദ്ദേശത്തെ അനുസരിക്കുക തന്നെ വേണം. ഭഗവത്ഗീതയുടെ സത്ത് മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രകൃതിയെ കീഴടക്കണമെന്ന് ഉദ്ദേശിച്ചും ആധ്യാത്മിക ജ്ഞാനമില്ലാതെയും ഭൗതിക ലോകത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ബദ്ധരായ ജീവാത്മാക്കൾക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത. അവർക്ക് തങ്ങളുടെ ആത്മീയ സത്തയെയും പരമപുരുഷനുമായുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാമെന്നും സ്വധാമത്തിലേക്ക് ഭഗവത് സന്നിധിയിലേക്ക് എങ്ങനെ തിരിച്ചെത്താമെന്നുമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ആത്മീയ പ്രവർത്തനത്തിൽ ഭഗവത് സേവനത്തിൽ വിജയം നേടാനുള്ള പദ്ധതി എന്തെന്ന് വിശദീകരിക്കുന്നു ഈ പദ്യം. ഇതാണ് ഭക്തിയുത സേവനം.
കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തൻ്റെ സർവശക്തികളെയും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഭക്തി രസാമൃത സിന്ധു 2:255 പറയുന്നു: അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുജ്ഞത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യമുച്യതേ. കൃഷ്ണനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ആരും യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. ഈ വ്രതത്തെ കൃഷ്ണകർമ്മമെന്ന് പറയുന്നു. ഒരാൾക്ക് പലവിധം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അവയുടെ ഫലങ്ങളിൽ ആസക്തി പാടില്ല. ഫലത്തെ ഈശ്വരാർപ്പണമായി കരുതണം. ഉദാഹരണമായി, ഒരാൾ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അതിനെ കൃഷ്ണാവബോധ പ്രവർത്തനമാക്കാൻ ആ വ്യാപാരത്തെയും കൃഷ്ണനു വേണ്ടി തന്നെ ചെയ്യണം. വ്യവസായത്തിന്റെ ഉടമാവകാശം കൃഷ്ണനാണെന്നിരിക്കെ അതിൽ നിന്നുള്ള ആദായവും കൃഷ്ണനുള്ളതാണല്ലോ. വ്യാപാരിക്ക് അനേകായിരം $1000 സമ്പാദിക്കാൻ സാധിച്ചാൽ അതെല്ലാം കൃഷ്ണനായി അയാൾ സമർപ്പിക്കുകയും വേണം. അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇത് കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന കർമ്മമത്രേ. സ്വന്തം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഒരു മണിമന്ദിരം പണിയിക്കുന്നതിന് പകരം അയാൾക്ക് കൃഷ്ണന് വേണ്ടി ഒരു നല്ല ക്ഷേത്രം പണിയിക്കാം. കൃഷ്ണ വിഗ്രഹത്തെ അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് ആരാധനയെപ്പറ്റി ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പൂജാനുഷ്ഠാനങ്ങൾ തുടർന്ന് ചെയ്യാം. ഇതെല്ലാം കൃഷ്ണ കർമ്മമാണ്. അവയുടെ ഫലത്തോട് ആസക്തി പാടില്ല. ഫലം കൃഷ്ണന് സമർപ്പിക്കുകയും കൃഷ്ണന് നിവേദിച്ചവ മാത്രം പ്രസാദമായി സ്വീകരിക്കുകയും വേണം. വളരെ വലിയ ഒരു കെട്ടിടമാണ് കൃഷ്ണനായി പണിയിച്ച ക്ഷേത്രമെങ്കിൽ ഭഗവത് വിഗ്രഹത്തെ അതിനകത്ത് പ്രതിഷ്ഠിച്ച ശേഷം അയാൾക്ക് അവിടെ താമസിച്ചു കൂടെന്നില്ല. പക്ഷേ കെട്ടിടത്തിന്റെ ആധിപത്യം കൃഷ്ണനാണ് എന്നോർക്കണം. അതാണ് കൃഷ്ണാവബോധം. കൃഷ്ണന് വേണ്ടി ഒരു ക്ഷേത്രം പണിയിക്കാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ, അയാൾക്ക് ഒരു കൃഷ്ണക്ഷേത്രം ശുചീകരിക്കുന്നതിൽ ഏർപ്പെടാം. അതും കൃഷ്ണകർമ്മം തന്നെ. ഒരാൾക്ക് തോട്ടത്തിൽ കൃഷി ചെയ്യാം. ഇന്ത്യയിൽ ഏറെ ദരിദ്രനായ ഒരാൾക്കും കുറച്ചെങ്കിലും ഭൂമി കൈവശമുണ്ടാകും. കൃഷ്ണന് വേണ്ടുന്ന അർച്ചനാ പുഷ്പങ്ങൾ ഇവിടെ വളർത്തിയെടുക്കാം. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ തുളസി ഇലകൾക്ക് വലിയ പ്രാധാന്യമുള്ളതിനാൽ തുളസി ചെടി നട്ടുവളർത്തുന്നതും കൃഷ്ണന് വേണ്ടി ചെയ്യുന്ന കർമ്മം തന്നെ. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ തനിക്ക് അർപ്പിക്കേണ്ടുന്നവയെ ഭഗവാൻ സ്വയം വിവരിക്കുന്നുണ്ടല്ലോ. ഒരു ഇലയോ പൂവോ കായോ കുറച്ച് വെള്ളമോ നൽകിയാൽ മതി അദ്ദേഹം സംതൃപ്തനാവാൻ. ഇതിൽ പറയുന്ന ഇല മുഖ്യമായും തുളസിയാണ്. തുളസിച്ചെടി നട്ടുവളർത്താൻ ആർക്കും സാധിക്കും, പരമദരിദ്രന് പോലും. ഇങ്ങനെ കൃഷ്ണാരാധനയിൽ ഏർപ്പെടാവുന്നതാണ്. കൃഷ്ണാർപ്പണമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണിവ. സമുത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് വാഴുന്നതാണ് ജീവിതത്തിന്റെ പരിപൂർണതയെന്ന് കരുതുന്ന ഭക്തനെ അത്രേ മത്പരമ എന്ന പദം നിർദ്ദേശിക്കുന്നത്. ഉപരിലോകങ്ങളായ ചന്ദ്രലോകം, ദേവലോകങ്ങൾ എന്നിവകളിലേക്ക് പോകണമെന്ന് അങ്ങനെയുള്ള ഒരാൾ ആഗ്രഹിക്കുകയില്ല. പ്രപഞ്ചത്തിലെ പരമോന്നത ഗ്രഹമായ ബ്രഹ്മലോകം പോലും അയാൾക്ക് ആവശ്യമില്ല. അയാൾ അതിലൊന്നും ആകൃഷ്ടനല്ല. പരവ്യോമത്തിലേക്ക് ഉയർത്തപ്പെടാൻ മാത്രം അയാൾക്ക് ആകാംക്ഷയുണ്ട്. അവിടെയും ഉജ്ജ്വലമായ ബ്രഹ്മജ്യോതിസിൽ ലയിക്കണമെന്നല്ല, ഗോലോക വൃന്ദാവനമെന്ന് പേരുള്ള അത്യുത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ എത്തിച്ചേരണമെന്നാണ് ഭക്തന്റെ ആഗ്രഹം. ആ ലോകത്തെക്കുറിച്ച് തികഞ്ഞ അറിവ് അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും താല്പര്യമില്ലതാനും. മൽഭക്ത എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഭക്തി സാധനയിൽ വിശേഷിച്ച് ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന, പാദസേവനം, പ്രാർത്ഥന, ആജ്ഞാനുവർത്തനം, സഖ്യം, സർവസ്വാർപ്പണം എന്നീ 9 പ്രക്രിയകളിൽ അയാൾ സദാ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ 9 പ്രക്രിയകളിലല്ല, അവയിൽ 8ലോ 7ലോ 1ൽ പോലുമോ എപ്പോഴും നിരതനായിരുന്നാൽ തന്നെ ഒരാൾക്ക് പരിപൂർണത നേടാമെന്നതിൽ സംശയമില്ല. സംഘവർജിത എന്ന പദം ശ്രദ്ധേയമാണ്. കൃഷ്ണനെ എതിർക്കുന്നവരോട് ഒരിക്കലും കൂട്ടുകൂടരുത്. നാസ്തികർ മാത്രമല്ല, കാമ്യകർമ്മങ്ങളിലും മാനസിക അഭ്യൂഹങ്ങളിലും താല്പര്യമുള്ളവരും കൃഷ്ണന്റെ എതിരാളികളാണ്. പരിശുദ്ധമായ ഭക്തി സാധനയെപ്പറ്റി ഭക്തി രസാമൃത സിന്ധു 1:11 ഇങ്ങനെ പറയുന്നു: അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമാം. കറകളഞ്ഞ ഭക്തി സാധന ഇച്ഛിക്കുന്നവൻ ഭൗതിക കൽമഷങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഈ പദ്യത്തിലൂടെ ശ്രീല രൂപ ഗോസ്വാമി ഉത്ബോധിപ്പിക്കുന്നത്. അവർ കാമ്യകർമ്മങ്ങളിലും ഊഹാപോഹങ്ങളിലും ആസക്തരായവരുമായുള്ള സഹവാസം ഉപേക്ഷിക്കണം. അത്തരം കൂട്ടുകാരിൽ നിന്നും ഭൗതിക തൃഷ്ണകളിൽ നിന്നുളവാകുന്ന മാലിന്യത്തിൽ നിന്നും മുക്തനായ ഒരാൾക്ക്
കൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനം സ്വച്ഛന്തം വളർത്തിയെടുക്കാം. ഇതാണ് ശുദ്ധ ഭക്തി സാധന. ആനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം. ഹരിഭക്തി വിലാസം 11/676. ആനുകൂല്യത്തോടു കൂടി വേണം കൃഷ്ണനെ പറ്റി ചിന്തിക്കുന്നതും കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്നതും. പ്രാതികൂല്യത്തോടു കൂടിയാവരുത്. കൃഷ്ണന്റെ ശത്രുവായിരുന്നു കംസൻ. കൃഷ്ണൻ അവതരിച്ച നാൾ മുതൽക്ക് അദ്ദേഹത്തെ വധിക്കാൻ കംസൻ പലവിധത്തിലും ശ്രമിക്കുകയുണ്ടായി. തൻ്റെ ഉപായങ്ങളൊന്നും ഫലിക്കാതെ വന്നതുകൊണ്ട് കംസന് എപ്പോഴും കൃഷ്ണനെ കുറിച്ച് തന്നെയായി ചിന്ത. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുമ്പോഴുമെല്ലാം കംസനിൽ കൃഷ്ണാവബോധം നിലനിന്നു. പക്ഷേ അനുകൂലമായിരുന്നില്ല ആ അവബോധം. അതുകൊണ്ട് നിരന്തരമായ കൃഷ്ണസ്മരണയോടെ ജീവിച്ചിട്ടും കംസൻ അസുരനെന്ന് കരുതപ്പെട്ടു. ഒടുവിൽ കൃഷ്ണന്റെ കൈയാൽ മരണമടയുകയും ചെയ്തു. കൃഷ്ണന്റെ കൈകൊണ്ട് മൃതിയടയുന്ന ഏതൊരാൾക്കും ഉടൻ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ അതല്ല ഭക്തന്റെ ലക്ഷ്യം. പരമഭക്തന് മോക്ഷാകാംക്ഷയില്ല. അത്യുത്കൃഷ്ട ഗ്രഹമായ ഗോലോക വൃന്ദാവനത്തിലെത്താൻ പോലും അയാൾക്ക് താല്പര്യമില്ല. എവിടെ ഇരുന്നാലും ശരി കൃഷ്ണനെ സേവിക്കുക മാത്രമാണ് അയാളുടെ ലക്ഷ്യം. കൃഷ്ണഭക്തൻ സർവ്വജനങ്ങളുടെയും സുഹൃത്താണ്. അതിനാൽ അയാളെ നിർവൈരൻ എന്ന് പറയുന്നു. എങ്ങനെ? ഭക്തിഭരിതമായ കൃഷ്ണസേവനത്തിന് മാത്രമേ ജീവിതത്തിലെ സകല വിഷമ പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് കൃഷ്ണാവബോധസ്ഥനായ ഭക്തനറിയാം. ഇത് അയാളുടെ സ്വാനുഭവമാണ്. അതുകൊണ്ട് കൃഷ്ണാവബോധം എന്ന ഈ പദ്ധതിയെ മനുഷ്യവർഗത്തിന് നൽകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ഈശ്വരാവബോധ പ്രചരണത്തിന് വേണ്ടി സ്വജീവൻ പോലും ത്യജിക്കേണ്ടി വന്ന പല ഭക്തന്മാരെ കുറിച്ചും ചരിത്രം പ്രസ്താവിക്കുന്നുണ്ട്. മികച്ച ഒരു ഉദാഹരണമാണ് യേശുദേവൻ. അദ്ദേഹം അഭക്തന്മാരാൽ കുരിശിലേറ്റപ്പെട്ടു. ഈശ്വരാവബോധം പ്രചരിപ്പിക്കാൻ യേശു സ്വയം ബലിയാടായി തീർന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. ഇന്ത്യയിലുമുണ്ട് ഠാക്കൂർ ഹരിദാസിനെയും പ്രഹ്ലാദ മഹാരാജാവിനെയും പോലെയുള്ളവർ ദൃഷ്ടാന്തങ്ങളായിട്ട്. എന്താണ് അവർക്ക് നേരിട്ട വിപത്തിന് കാരണം? അവർ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നത് തന്നെ പ്രയാസമേറിയ കൃത്യമാണ്. തനിക്ക് കൃഷ്ണനോടുള്ള ശാശ്വത ബന്ധം മറന്നു പോകുന്നത് കൊണ്ടാണ് മനുഷ്യനെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കൃഷ്ണാവബോധം തികഞ്ഞ ഭക്തനറിയാം. തൻ്റെ അയൽക്കാരനെ ഭൗതികങ്ങളായ വിഷമ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കലാണ് ഒരാൾക്ക് മനുഷ്യവർഗത്തിന് വേണ്ടി തന്നെ ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഉപകാരം. ആ നിലയിൽ ഒരു ശുദ്ധ ഭക്തൻ സദാ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. സർവസ്വവും പണയം വെച്ച് തൻ്റെ സേവനത്തിൽ മുഴുകുന്ന ഈ ഭക്തനോട് കൃഷ്ണന് എത്രയേറെ കനിവുണ്ടാകുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കൂ. ദേഹത്യാഗത്തിന് ശേഷം അവർ തീർച്ചയായും പരമോന്നത ലോകത്തിലെത്തും. ചുരുക്കി പറയാം, ഒരു ക്ഷണിക ആവിഷ്കാരമായ വിശ്വരൂപവും സർവസംഹാരിയായ കാലത്തിൻ്റെ രൂപവും ചതുർഭുജനായ വിഷ്ണുവിൻ്റെ ആകൃതിയും കൃഷ്ണൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാവങ്ങളുടെയും ഉറവിടം കൃഷ്ണനാണ്. മറിച്ച് ആദിമമായ വിശ്വരൂപത്തിൻ്റെയോ വിഷ്ണുവിൻ്റെയോ പ്രത്യക്ഷീഭാവമല്ല കൃഷ്ണൻ. അദ്ദേഹത്തിൽ നിന്നാണ് സർവ്വരൂപങ്ങളുടെയും ഉത്ഭവം. വിഷ്ണു രൂപങ്ങൾ അനേകമുണ്ട്. എന്നാലും ഭക്തന്റെ ദൃഷ്ടിയിൽ മൗലികവും ദിഭുജവുമായ ശ്യാമസുന്ദരാകൃതിക്കാണ് പ്രാധാന്യം. ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ഭക്തി പ്രേമങ്ങളാൽ ആകൃഷ്ടരായവർക്ക് അദ്ദേഹത്തെ എപ്പോഴും സ്വഹൃദയങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. മറ്റൊന്നും അവർക്ക് കാണാൻ കഴിയില്ല. കൃഷ്ണൻ അനിവാര്യനും പരമപുരുഷനുമാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ 11-ാം അധ്യായത്തിന്റെ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വരൂപം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണെന്ന് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയുടെ സത്ത് മുഴുവൻ ഈ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഭാവാർത്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. ശ്രീല പ്രഭുപാദർ പറയുന്നത് ഭഗവത്ഗീതയുടെ മുഴുവൻ സത്തും ഉൾക്കൊള്ളുന്ന ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം. ഭഗവത്ഗീതയുടെ നിർദ്ദേശം മുഴുവൻ ഈ ഒരു ശ്ലോകത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണ്, ഭഗവത്ഗീത പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഈ ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? മത് കർമ്മകൃൻ മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈര സർവബോധേഷു യസ മാമേതി പാണ്ഡവ. യസ മാമേതി പാണ്ഡവ.
ആ വ്യക്തി ഈ കാര്യങ്ങൾ, ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ പാലിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും, ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണ്, ഭഗവത്ഗീതയിലെ വിഷയം എന്താണ് എന്ന് പൂർണ്ണമായിട്ടും ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത് ഭഗവത്ഗീതയുടെ സാരം ഈ ഒരു ശ്ലോകത്തിലുണ്ട്. തുടർന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഭഗവത്ഗീതയിലെ വിഷയം, എന്താണ് ഭഗവത്ഗീത ഉപദേശിച്ചതിന്റെ ഉദ്ദേശം. ഈ ഭൗതിക ലോകത്ത് ഭഗവാനെ മറന്ന് ജീവിക്കുന്ന ജീവാത്മാക്കൾക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം തിരിച്ചറിയുന്നതിനും ഭഗവാനെ സേവനം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഭഗവത്ഗീതയിലുള്ളത്. അതാണ് ഭഗവത്ഗീതയുടെ വിഷയം, യഥാർത്ഥ വിഷയം, അല്ലെ? അപ്പൊ ഭഗവത്ഗീതയിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗമാണ് ഭഗവത്ഗീതയിൽ യഥാർത്ഥത്തിൽ ഉപദേശിക്കുന്നത്. യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ അല്ലാതെ ഭഗവത്ഗീത കേൾക്കുന്നവർക്ക് ഈ ഒരു ലക്ഷ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവര് ഭഗവത്ഗീത വായിച്ചിട്ടും അവര് പറയും കർമ്മമാണ് മാർഗം, ജ്ഞാനമാണ് മാർഗം എന്നൊക്കെ പറയും, അല്ലെ? പക്ഷെ ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണ്? ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുക, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക. ഇതാണ് ഭഗവത്ഗീതയുടെ ഉദ്ദേശം. അപ്പോൾ ആരൊക്കെയാണോ അങ്ങനെ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്, ആർക്കാണോ അതിന് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളത്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, ഭഗവാന്റെ കൂടെ നിത്യമായിട്ട് ഭഗവാൻ സേവനം ചെയ്ത് ആനന്ദപൂർവമായിട്ട് ജീവിക്കണം എന്ന് ആർക്കാണോ ആഗ്രഹമുള്ളത്, അവർ തീർച്ചയായും ഈ ശ്ലോകത്തിൽ പറഞ്ഞ നിർദ്ദേശം പാലിക്കണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്ന ഒരു കാര്യം. ആത്മീയ അന്തരീക്ഷത്തിലുള്ള കൃഷ്ണലോകം എന്ന ഗ്രഹത്തിൽ സർവോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണനുമായി ഉറ്റബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവർ കൃഷ്ണന്റെ ഈ നിർദ്ദേശത്തെ അനുസരിക്കുക തന്നെ വേണം, നിർബന്ധമാണ് എന്ന് പറയും, അല്ലെ? അപ്പം ഈ ഒരു നിർദ്ദേശം അനുസരിക്കുന്നവർക്കാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ 5 കാര്യങ്ങൾ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മത് കർമ്മകൃൻ, മത് പരമോ, മത് ഭക്ത, സംഘവർജിത, നിർവൈര സർവഭൂതേഷു. ഇതാണ് 5 കാര്യങ്ങൾ. ഒന്ന് മത് കർമ്മകൃൻ, രണ്ടാമത്തേത് മത് പരമോ, മൂന്നാമത്തേത് മത് ഭക്ത, നാലാമത്തേത് സംഘവർജിത, അഞ്ചാമത്തേത് നിർവൈര സർവഭൂതേഷു. ഈ 5 ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത്. യസമാമേതി പാണ്ഡവ. ഈ 5 ക്വാളിഫിക്കേഷൻ, 5 യോഗ്യതകൾ ഉള്ള വ്യക്തികളാണ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ആ 5 യോഗ്യതയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞ 5 യോഗ്യതയെ കുറിച്ച് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓരോന്നും എടുത്തു പറയുന്നുണ്ട് ശ്രീല പ്രഭുപാദർ. നമ്മൾക്ക് വായിക്കുമ്പോൾ നമ്മൾ കേട്ടു. മത് കർമ്മകൃൻ എന്നത് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. മത് കർമ്മകൃൻ, അല്ലെ? അപ്പൊ ഭഗവത്ഗീതയിൽ കർമ്മം ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്, അല്ലെ? നമ്മൾ അല്ലാതെ വേറെന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് ഞാൻ ഭഗവത്ഗീത അനുസരിച്ച് കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ വലിയ നേട്ടം കർമ്മം ചെയ്യുന്ന ആളുകളെ ഇദ്ദേഹം ഒരു കർമ്മയോഗിയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഭഗവാൻ ആർക്ക് വേണ്ടി കർമ്മം ചെയ്യാനാണ് പറയുന്നത്? മത് കർമ്മകൃൻ, ഭഗവാന് വേണ്ടി, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗുരുജി ഏത് ശ്ലോകം പറയുന്നത് ഒന്ന് പറയും? ശ്ലോകം 11-ാമത്തെ അധ്യായം, വിശ്വരൂപം, അവസാനത്തെ ശ്ലോകം, 55-ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത് കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തന്റെ സർവശക്തികളെയും കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള
കഴിവുകൾ. ആ കഴിവുകളൊക്കെ ഭഗവാന് വേണ്ടി ഉപയോഗിക്കണം. അതാണ് മത്കർമ്മകൃൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഭഗവാന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യണം. അതിന് ഉദാഹരണം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. പണം കയ്യിലുള്ള വ്യക്തികൾ അവരുടെ പണം ഉപയോഗിച്ച് ഭഗവാന് വേണ്ടി ഒരു ക്ഷേത്രം സ്ഥാപിക്കണം, അല്ലെ? അപ്പൊ ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാന്റെ മാഹാത്മ്യം ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ സഹായിക്കണം. അതാണ് ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മം. കാരണം ഈ ലോകത്ത് ഭഗവാനെ കുറിച്ച് അറിയാത്ത ആളുകളാണ്, ഭഗവാനെ കുറിച്ച് മറന്നുപോയ ആളുകളാണ്. ഭഗവാനെ കുറിച്ച് മറന്നുപോയത് കൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും. അപ്പോൾ വീണ്ടും അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി, ഭഗവാന്റെ മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാം. അതിന് ഭഗവാന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാം, അതേപോലെ ഭഗവാന്റെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കാം, പുസ്തകങ്ങൾ വിതരണം ചെയ്യാം, ഭഗവാന്റെ പ്രസാദം വിതരണം ചെയ്യാം, ഭഗവാന്റെ വിഗ്രഹാരാധനയിൽ സഹായിക്കാം, ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ സഹായിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് മത്കർമ്മകൃൻ എന്ന് പറയുന്നത്. ഇനി നേരിട്ട് ഒരു വ്യക്തിക്ക് ഭഗവാന് വേണ്ടി കർമ്മം ക്ഷേത്രത്തിൽ വന്ന് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെ? കർമ്മഫലം ഭഗവാന് വേണ്ടി കൊടുക്കാൻ സാധിക്കും. ആ വിവരമൊക്കെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ ഭക്തിയോഗത്തിൽ വിശദമായിട്ട് പറയുന്നു. നേരിട്ട് ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മ ഫലം ഭഗവാനെ വേണ്ടി സമർപ്പിക്കുകയും ചെയ്യാം. ഇതെല്ലാം മത്കർമ്മകൃനാണ്, ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് എന്ന് പറയും. അതിന് വലിയൊരു ഉദാഹരണമാണ് അംബരീഷ മഹാരാജാവ്. ഭാഗവതത്തിൽ അംബരീഷ മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അംബരീഷ മഹാരാജാവ് എല്ലാ കർമ്മങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത് എന്ന് ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ള ശ്ലോകം ഇവിടെ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. അനാസക്തസ്യ വിഷയാൻ യഥാർഹം ഉപയുഞ്ജത നിർബന്ധ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ. കൃഷ്ണ സംബന്ധമായിട്ടുള്ള കർമ്മമാണ് ചെയ്യേണ്ടത്. മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നില്ല. നമ്മുടെ കർമ്മങ്ങളൊക്കെ കൃഷ്ണ സംബന്ധമാക്കണം. അപ്പൊ അത് കൃഷ്ണ സംബന്ധമല്ലെങ്കിൽ അത് കൃഷ്ണ സംബന്ധമാക്കി മാറ്റണം. അതിനെയാണ് നിർബന്ധേ കൃഷ്ണ സംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതേ. നമ്മൾ പുറമേ മറ്റെന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലം ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിച്ചാൽ അതും എന്തായി? കൃഷ്ണ സംബന്ധമായിട്ടുള്ള കർമ്മമായി. പിന്നെ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനുമായിട്ട് യോജിപ്പിക്കുക. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്ന മത്കർമ്മകൃൻ എന്ന് പറയുന്നത്. അതേപോലെ മത്പരമോ എന്ന് പറയുന്നു. മത്പരമോ എന്താണ്? മത്പരമോ എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഭഗവാനെ ജീവിത ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് മത്പരമോ എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് മത്പരമ ഭക്തന്മാർ എന്ന് പറയും. മത്പരമ ഭക്തന്മാർ, അവർക്ക് വേറൊരു ആഗ്രഹവും ഇല്ല എന്ന് പറയും. അവരോട് സ്വർഗത്തിലേക്ക് പോകണോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോകണോ എന്ന് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനിൽ അലിഞ്ഞു ചേരണോ, മോക്ഷം വേണോ, അല്ലെങ്കിൽ വലിയ ഐശ്വര്യം വേണോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, ഭഗവാനെ സേവിക്കണം. അതാണ് അവരുടെ ആഗ്രഹം, അതാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറ്റിയിട്ടുള്ളവരെയാണ് മത്പരമ ഭക്തന്മാർ എന്ന് പറയുന്നത്. ആ മത്പര ഭക്തന് ഉദാഹരണവും നമ്മൾക്ക് രണ്ടാമത്തെ അധ്യായത്തിൽ ശ്രീല പ്രഭുപാദർ പറഞ്ഞു തരുന്നത് അംബരീഷ മഹാരാജാവിന്റെ ഉദാഹരണമാണ്. അവിടെ മത്പര ഭക്തനെ കുറിച്ച് ശ്രീല പ്രഭുപാദർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകത്തിൽ. ആ ശ്ലോകത്തിൽ മത്പര എന്നുള്ളൊരു വാക്കുണ്ട്. 61-ാമത്തെ ശ്ലോകത്തിൽ, രണ്ടാമത്തെ അധ്യായത്തിൽ 61-ാമത്തെ ശ്ലോകത്തിൽ മത്പര എന്നുള്ള വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ആ ശ്ലോകത്തിൽ മത്പര ഭക്തൻ ആരാണെന്ന്, എന്താണെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്.
മത്പര എന്ന വാക്കിന് ഇവിടെ അത്യന്തം ഔചിത്യമുണ്ട്. എങ്ങനെ ഒരാൾക്ക് മത്പരനായി തീരാം എന്നതിന് ഉത്തമ ഉദാഹരണം അത്രേ അംബരീഷ മഹാരാജാവിന്റെ ജീവിതം. എല്ലാ കർമ്മങ്ങളും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ചെയ്ത് ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരെയാണ് മത്പര ഭക്തന്മാരെന്ന് പറയുന്നത്. അതിലെങ്ങനെയാണ് അംബരീഷ മഹാരാജാവ് മത്പര ഭക്തനായത് എന്ന് ഭാഗവതത്തിലെ ശ്ലോകവും ശിലപ്രഭാതർ എടുത്തു പറയുന്നത് 2ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗവതത്തിൽ 9ാമത്തെ സ്കന്ധത്തിൽ 4ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകത്തിലാണ് അംബരീഷ മഹാരാജാവിനെ കുറിച്ച് പറയുന്നത്. സവൈ മന കൃഷ്ണപാദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർച്ചനാദിഷു ധൃതിം ചകാര അച്യുത സത്കഥോദയെ മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശോ തത്പ്രത്യഗാത്ര സ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ പാദോ ഹരേക്ഷേത്ര പാദാനുസർപ്പണേ ശിരോ ഋഷികേശ പാദാഭിവന്ദനെ കാമം ച ദാസേ നതു കാമകാമേയ. അംബരീഷ മഹാരാജാവ് തന്റെ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്ത പ്രവൃത്തിയും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയെ അതിനെയാണ് മത് കർമ്മകൃൻ എന്ന് പറയുന്നത്, മത്പര എന്ന് പറയുന്നത് അല്ലെ. അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചു. സവൈ മനകൃഷ്ണപാദാരവിന്ദയോ, മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുന്നതിൽ കേന്ദ്രീകരിച്ചു. വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, വാക്കുകൊണ്ടും കർമ്മം ചെയ്യുന്നുണ്ട്, നാക്കുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്. സംസാരം അതൊരു കർമ്മമാണ്. ആ കർമ്മത്തിനെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഭഗവാന്റെ കീർത്തനം ചെയ്യുന്നതിൽ, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ തന്റെ വാക്ശക്തി ഉപയോഗിച്ചു. കരൗ ഹരേർ മന്ദിരമാർജനാദിഷു, തന്റെ കൈകൾ ഭഗവാന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ശ്രുതിൻ ചാകാര അച്യുത സത്കഥോധയെ, തന്റെ കേൾവി ശക്തി, ശ്രവണം, അതും ഒരു കർമ്മമാണ്. കേൾക്കുക എന്ന് പറയുന്നത് കർമ്മമാണ്. ആ കേൾവി ശക്തി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ സത്കഥകൾ, ഭഗവാന്റെ അതീന്ദ്രിയ ലീലകൾ കേൾക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ശ്രീമദ് ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ കേൾക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശോ, കണ്ണുകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വിഗ്രഹം ദർശിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. തദ്ഭൃത്യ ഗാത്ര സ്പർശയംഗ സംഗമം, സ്പർശം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ഭക്തന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഘ്രാണം ചത് പാദ സരോജ സൗരഭേ, ഘ്രാണം മൂക്ക് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാൻ അർപ്പിച്ച തുളസിയും ഭഗവാൻ അർപ്പിച്ച പുഷ്പങ്ങളും മണക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ, രസനം, രുചി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാൻ അർപ്പിച്ച പ്രസാദവും ഭഗവാൻ അർപ്പിച്ച നിവേദ്യം പ്രസാദമായിട്ട് സ്വീകരിക്കുന്നതിനും ആ പ്രസാദത്തിനോടൊപ്പം തുളസി രുചിക്കുന്നതിലും ആ രുചിയെ ഉപയോഗിച്ചു, നാക്കിനെ ഉപയോഗിച്ചു. പാദോ ഹരേ ക്ഷേത്ര പാദാനുസർപ്പണേ, പാദങ്ങളെ അംബരീഷ മഹാരാജാവ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ശിരോ ഋഷികേശ പാദാഭിവന്ദനെ, ശിരസിനെ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി അംബരീഷ മഹാരാജാവ് ഉപയോഗിച്ചു. കാമം ച ദാസേനതു കാമകാമയ, എല്ലാ ആഗ്രഹങ്ങളെയും എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഭഗവാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഇതാണ് ഒരു മത്പര ഭക്തൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയും. അപ്പം ഭഗവാന് വേണ്ടി എങ്ങനെ കർമ്മം ചെയ്യാം എന്ന് അംബരീഷ മഹാരാജാവ് ഉദാഹരണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നിർബന്ധേ കൃഷ്ണ സംബന്ധേ എന്ന് പറയും. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുക, എല്ലാ കർമ്മങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുക. അതാണ് മത് കർമ്മ കൃൻ എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുക. മത് പരമോ, ഭഗവാനെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റുക. ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരിക്കണം ഒരു ഭക്തന്റെ ലക്ഷ്യം. അതാണ് മത്പരമ ഭക്തൻ. പിന്നീട് അടുത്ത 3ാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? മത് ഭക്തോ, ഭഗവാന്റെ ഭക്തനാവുക. എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തനാവുന്നത്? ശ്രവണം കീർത്തനം
വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, പാദസേവനം, ആത്മനിവേദനം, ഇങ്ങനെയുള്ള 9 നവവിധ ഭക്തി പ്രവർത്തനങ്ങളിലൂടെയാണ് ഭഗവാന്റെ ഭക്തനാവുന്നത്. നവവിധ ഭക്തിയിലൂടെയാണ്, ഭഗവാന്റെ ഭക്തി സാധനയിലൂടെയാണ് ഭഗവാന്റെ ഭക്തനായി മാറുന്നത് എന്നിവിടെ ശ്രീല പ്രഭാതർ മദ്ഭക്ത എന്നുള്ള വാക്കിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. മദ്ഭക്ത എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ ഭക്തി സാധനയിൽ വിശേഷിച്ച് ശ്രവണം, കീർത്തനം, സ്മരണം, ആരാധന, പാദസേവനം, പ്രാർത്ഥന, ആജ്ഞാനുവർത്തനം, സഖ്യം, സർവസ്വാർപ്പണം എന്നീ 9 പ്രക്രിയകളിൽ അയാൾ സദാ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ 9 പ്രക്രിയയിൽ ഏർപ്പെടുന്നതിനെയാണ് ഭക്തി ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെ? ഇപ്പൊ ഭക്തന്മാർക്ക് ഭക്തി ചെയ്യുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഭക്തി ചെയ്യുക എന്ന് പറയുന്നത്? ഈ 9 പ്രക്രിയകളിൽ ഏതെങ്കിലും ഒരു പ്രക്രിയ ചെയ്യുക. ഒന്നുകിൽ ഭഗവാനെ കുറിച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കുക, അല്ലെങ്കിൽ ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കുക, അതുമല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന് പാദസേവനം ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഇങ്ങനെയുള്ള 9 ഭക്തി സേവനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ഭക്തി സാധന എന്ന് പറയുന്നത്. ഭഗവാൻ നിർദ്ദേശിച്ചു മദ്ഭക്ത, എന്റെ ഭക്തനാവുക. എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തനാവുന്നത്? ഈ 9 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ 9ഉം നമ്മൾക്ക് ചെയ്യാം. ശ്രീല പ്രഭാതർ പറയുന്നു, അവയിൽ 8ലോ 7ലോ ഒന്നിൽ പോലുമോ എപ്പോഴും നിരതനായിരുന്നാൽ തന്നെ ഒരാൾക്ക് പരിപൂർണത നേടാമെന്നതിൽ സംശയമില്ല. 9ഉം ചെയ്ത ആളാണ് അംബരീഷ മഹാരാജാവ്. 9ഉം ചെയ്തു. നമ്മളിപ്പോ വായിച്ചു 9 സേവനവും അംബരീഷ മഹാരാജാവ് ചെയ്തു. അംബരീഷ മഹാരാജാവിന് പരിപൂർണത കിട്ടിയത് 9ഉം ചെയ്തതിലൂടെയാണ്. ഇനി ഇവിടെ ശ്രീല പ്രഭാതൻ എന്താണ് പറയുന്നത്? ഒന്നിൽ പോലും ഏതെങ്കിലും ഒന്ന് ചെയ്താലും പരിപൂർണത കിട്ടുമെന്ന് പറയും. 9ഉം ചെയ്യാൻ പറ്റാത്തവർക്ക് 1 ചെയ്താൽ പോലും പരിപൂർണത കിട്ടും. ഓരോന്ന് ചെയ്തിട്ടും പരിപൂർണത നേടിയതിന് ഉദാഹരണമാണ്. അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അതിൽ ശ്രവണത്തിലൂടെ പരിപൂർണത നേടിയത് ആരാണ്? നമ്മൾക്കറിയാം. ആരാണ്? പരീക്ഷിത് മഹാരാജ്. പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം മുഴുവൻ ശ്രവിക്കുകയാണ് ചെയ്തത്, വേറൊന്നും ചെയ്തില്ല. ഭാഗവതം ശ്രവിച്ചു. ശ്രവണത്തിലൂടെ പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. കീർത്തനത്തിലൂടെ ആരാണ് പരിപൂർണത നേടിയത്? ശുകദേവ ഗോസ്വാമി. പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ ബ്രഹ്മർഷിയാണ് ഉപദേശിച്ചത് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശുകദേവ ബ്രഹ്മർഷി കീർത്തനത്തിലൂടെ പരിപൂർണത നേടി. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അതാരാണ്? പ്രഹ്ലാദ് മഹാരാജ്. പ്രഹ്ലാദ മഹാരാജാവ്. അല്ലെ? പ്രഹ്ലാദ മഹാരാജാവിന് വേറെ ഒരു വഴിയുമില്ലായിരുന്നു. ബാക്കി എല്ലാവരും അസുരന്മാരാണ്. വീട്ടിൽ പോലും ആരും ഭഗവാന്റെ ഭക്തി ചെയ്യുന്ന ആളുകളില്ല. ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയില്ല. അപ്പം പ്രഹ്ലാദ മഹാരാജാവ് നിരന്തരമായിട്ട് ചെയ്തത് തീരെ ഇടതടവില്ലാതെ മാം ചെയ്യുക അവ്യഭിചാരേണ ഭക്തിയോഗേന സേവത എന്നാണ് ഭഗവാൻ പറയുന്നത്. അവ്യഭിചാരേണ, നിരന്തരമായിട്ട്, യാതൊരു ഇടതടവില്ലാതെ, മുറിയാതെ. അതാണ് അവ്യഭിചാരേണ എന്ന് പറയുന്നത്. ആ അവ്യഭിചാരേണ മാം ചെയ്യൂ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പത. നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ചു പ്രഹ്ലാദ മഹാരാജാവ്. പ്രഹ്ലാദ മഹാരാജാവിന് അത് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ശ്രവണം നേരത്തെ കഴിഞ്ഞതാണ്. ശ്രവണം നാരദ മഹർഷിയിൽ നിന്നും കയാതുവിന്റെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പ്രഹ്ലാദ മഹാരാജാവ് ഭാഗവതം കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സ്മരിച്ചു. എന്തൊക്കെയാണ് നാരദ മഹർഷി പറഞ്ഞത് എന്ന് സ്മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സ്മരണത്തിലൂടെ പ്രഹ്ലാദ മഹാരാജാവ് പൂർണ്ണത നേടി. പിന്നീട് ആരാധന, അതായത് അർച്ചനം. അല്ലെ? അർച്ചനത്തിലൂടെ ആരാണ് പൂർണ്ണത നേടിയത്? പൃഥു മഹാരാജ്. യെസ്, പൃഥു മഹാരാജാവ്. അല്ലെ? പൃഥു മഹാരാജാവ് എന്താണ് അർച്ചന ചെയ്തത്?
പൃഥു മഹാരാജാവ് വലിയ വിഗ്രഹ പൂജയൊന്നും ചെയ്തതായിട്ട് നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ പൃഥു മഹാരാജാവ് അർച്ചന ചെയ്തത് തന്റെ എല്ലാ പ്രജകളെയും ഭഗവാൻ അർച്ചന ചെയ്തു എന്നാണ് പറയുന്നത്. എല്ലാ പ്രജകളെയും ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ എല്ലാവരെയും ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്തിയാണ് പൃഥു മഹാരാജാവ് ഭഗവാൻ അർച്ചന ചെയ്തത്. അർച്ചനത്തിലൂടെ പൃഥു മഹാരാജാവ് പൂർണ്ണത നേടി. പാദസേവനത്തിൽ ആരാണ് ഏർപ്പെട്ടത്? ഹനുമാൻ. ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി അല്ലെ? ലക്ഷ്മി ദേവിയെ നമുക്ക് എപ്പോഴും ഭഗവാന്റെ പാദത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടം യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ഇരിക്കാം ലക്ഷ്മി ദേവിക്ക്. പക്ഷെ ലക്ഷ്മി ദേവി അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പാദസേവനം ചെയ്യാനാണ് ലക്ഷ്മി ദേവിക്ക് താല്പര്യം. അപ്പം ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാന്റെ പാദത്തിലിരുന്നു കൊണ്ട് പാദസേവനം ചെയ്യും. രണ്ടു തരത്തിലുള്ള പാദസേവനം ഉണ്ടെന്ന് പറയും. രണ്ടു തരത്തിലുള്ള പാദസേവനം ഉണ്ട്. ഒന്ന്, ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നു, ലക്ഷ്മി ദേവി ചെയ്യുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്നു, അത് പാദസേവനമാണ്. അതുപോലെ അംബരീഷ മഹാരാജാവ് ചെയ്തതുപോലെ സ്വന്തം പാദങ്ങളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതും പാദസേവനമാണ്. അല്ലെ, നമ്മുടെ പാദങ്ങളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതായത് ഭഗവാനെ കാണാൻ വേണ്ടി നമ്മുടെ പാദങ്ങളെ ഉപയോഗിക്കുക. ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ നടന്നു പോകുന്നത് പാദസേവനമാണ്. അതേപോലെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പാദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പാദസേവനം. നമ്മൾ പുസ്തക വിതരണത്തിന് വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ അത് പാദസേവനമാണ്. ഇസ്കോണില് ഓൾ ഇന്ത്യ പദയാത്ര നടക്കുന്നു. ഓരോ സംസ്ഥാനത്തും പദയാത്രകൾ നടക്കുന്നു. പുസ്തക പ്രചരണം, നാമസങ്കീർത്തനം, പ്രസാദ വിതരണം ഒക്കെ ആയിട്ട് പദയാത്രകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല, പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പദയാത്രകളുണ്ട്. തമിഴ്നാട്ടില്, ആന്ധ്രാപ്രദേശിൽ, ഒറീസയിൽ, മഹാരാഷ്ട്രയിൽ, ഉത്തർപ്രദേശിൽ, വെസ്റ്റ് ബംഗാളിൽ ഒക്കെ സെപ്പറേറ്റ് പദയാത്രകളുണ്ട്. അതിന്റെ പുറമെ ഓൾ ഇന്ത്യ പദയാത്രയുമുണ്ട്. ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന പദയാത്രയുമാണ്. കാളവണ്ടിയിൽ അവര് നടന്നു പോയിട്ട് ഭഗവാന്റെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കും. ഭഗവത്ഗീത, ഇസ്കോണിന്റെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കും. കീർത്തനം ചെയ്യും, പ്രസാദ വിതരണം ചെയ്യും, ഭഗവാന്റെ വിഗ്രഹാരാധന ഒക്കെ ചെയ്യും. അതും പാദസേവനം തന്നെയാണ്. ഭഗവാന്റെ കൂടെ നടക്കുക, ഭഗവാന്റെ സേവനത്തിനായി നമ്മുടെ പാദങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നടക്കുക, അതും പാദസേവനം തന്നെയാണ്. അപ്പൊ ആ പാദസേവനത്തിലൂടെ ലക്ഷ്മി ദേവിയാണ് പൂർണ്ണത നേടിയിട്ടുള്ളത്. പിന്നീട് പ്രാർത്ഥന, വന്ദനം, അർച്ചനം, വന്ദനം അല്ലെ? വന്ദനം ആരാണ് ചെയ്തത്? അക്രൂരർ. അക്രൂരർ അല്ലെ? അക്രൂര സ്തുതിയുണ്ട് ഭാഗവതത്തിൽ. ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണത നേടിയിട്ടുള്ളത് അക്രൂരനാണ്. അതേപോലെ വന്ദനം, സാഖ്യത്തിലൂടെ പൂർണ്ണത നേടിയിട്ടുള്ളത് അർജുനൻ അല്ലെ? അർജുനനാണ് സാഖ്യം. അതേപോലെ എന്താണ്? ആത്മനിവേദനം, തനിക്കുള്ളതെല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുക. അതാരാണ് ചെയ്തിട്ടുള്ളത്? ബലി മഹാരാജ്. ബലി മഹാരാജാവ് അല്ലെ? ബലി മഹാരാജാവാണ് മുഴുവൻ തന്നെ ഭഗവാന് സമർപ്പിച്ചു. തനിക്കൊന്നും സമർപ്പിക്കാൻ ഇനി ബാക്കിയില്ല, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഭഗവാന് ആത്മസമർപ്പണം ചെയ്തു. അതുകൊണ്ട് ബലി മഹാരാജാവ് ഒരു 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ് ഭഗവാൻ ആത്മസമർപ്പണം ചെയ്തതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് 9 ഭക്തി പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചെയ്തോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് മാത്രം ചെയ്തോ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിന് പാത്രമായി നമ്മൾക്ക് പരിപൂർണത നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. ഒന്നിൽ പോലുമോ എപ്പോഴും നിരതനായിരുന്നാൽ തന്നെ ഒരാൾക്ക് പരിപൂർണത നേടാമെന്നതിൽ സംശയമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ മാനസിക നിലവാരമായിരിക്കും ഉണ്ടാകും. നമ്മൾക്ക് ചിലത് ഇഷ്ടമായിരിക്കും, ചിലത് ഇഷ്ടമായിരിക്കില്ല. അപ്പൊ നമ്മൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നത്, സന്തോഷത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നത്, അത് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പെർഫെക്ഷൻ നേടാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് മത് ഭക്ത എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ വിശദീകരണം ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. മത് ഭക്ത, മത് കർമ്മകൃൻ
മത്പരമോ മത്ഭക്ത സംഘവർജിത. സംഘവർജിത എന്നും പറയുന്നത്. സംഘവർജിത എന്താണെന്ന് ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്. ഭഗവാനെ എതിർക്കുന്നവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ്. ഭഗവാനോട് അസൂയുള്ളവരോട്, ഭഗവാനെ എതിർക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കുക, അവരോടുള്ള സംഘം ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നൊന്നും കേൾക്കാതിരിക്കുക, അവരുടെ ഉപദേശങ്ങൾ കേട്ട് പ്രവർത്തിക്കാതിരിക്കുക. അതിനെയാണ് സംഘവർജിത എന്ന് പറയുന്നത്. അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്തിയുടെ വിപരീത മാർഗത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഭഗവാനെ എതിർക്കുന്ന ആളുകളാണ് ഈ ഭൗതിക ലോകത്തിൽ കൂടുതലുണ്ടാവുക, ഭഗവാനോട് അസൂയുള്ള ആളുകളാണ്. നേരത്തെ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, എന്നോട് അസൂയുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല. നിനക്ക് എന്നോട് യാതൊരു അസൂയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നത് എന്ന് അർജുനനോട് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അനസൂയവേ, ഇത് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ്. നിനക്ക് എന്നോട് അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. അപ്പൊ ഭഗവാനോട് അസൂയ ഇല്ലാത്തവർക്ക് മാത്രമേ ഭഗവാന്റെ ഭക്തന്മാരാകാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനോട് അസൂയുള്ളവരോട് ഭക്തന്മാർ കൂട്ടുകൂടുകയും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് സംഘവർജിത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. അപ്പൊ ഭഗവാന് അനുകൂലമായി നിൽക്കുന്നവരുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്. ഭഗവാനുമായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നവരോട് കൂട്ടുകൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാൻ ചെയ്യുന്ന സേവനം ഒക്കെ എങ്ങനെയായിരിക്കണം? ഈ നവവിധ ഭക്തിയും നമ്മൾ ആനുകൂല ഭാവത്തിൽ ചെയ്യണം, ഭഗവാനോട് അനുകൂല ഭാവത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രതികൂല ഭാവത്തിൽ ഇതെല്ലാം ചെയ്താലും ഭക്തിയാകുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് കംസൻ, അല്ലെ? കംസൻ നിരന്തരം ഭഗവാനെ സ്മരിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഭഗവാനെ കുറിച്ച് കൃഷ്ണൻ ഇപ്പോൾ വരും, കൃഷ്ണൻ ഇപ്പോൾ വരും, കൃഷ്ണൻ എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ കൃഷ്ണനെ കൊല്ലണം, എങ്ങനെ കൃഷ്ണനെ കൊല്ലാം എന്ന് നിരന്തരം 24 മണിക്കൂറും കൃഷ്ണചിന്തയിൽ ഏർപ്പെട്ട വ്യക്തിയാണ് കംസൻ. സ്മരണം, അല്ലെ? നിരന്തരം സ്മരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിരന്തരം കൃഷ്ണസ്മരണ ചെയ്തിട്ടും കംസൻ ഭക്തനായില്ല. കാരണം എന്താണ്? പ്രതികൂല ഭാവത്തിലാണ് കൃഷ്ണനെ സ്മരിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ശിലപ്രഭാതർ ഈ ഒരു ശ്ലോകം, ഭക്തിരസാമൃത സിന്ധുവിലെ ഈ ഒരു ശ്ലോകം എടുത്തു പറയുന്നത്, അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. ഈ നവവിധ ഭക്തിയിലെ പ്രവർത്തനങ്ങളും ഭഗവാന് അനുകൂലമായ ഭാവത്തിൽ ചെയ്യണം. ഭഗവാന് പ്രതികൂലമായ ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഭക്തനാകാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അല്ലെ, എന്താണോ ഭഗവാന്റെ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഭക്തന്മാർ. പ്രതികൂല ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്തനാകാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സംഘവർജിത എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭഗവാനെ അനുകൂലിക്കാത്തവരോട് നമ്മൾ കൂട്ടുകൂടുകയും ചെയ്യരുത് എന്നാണ് പറയുന്നത്. സംഘവർജിത. പിന്നീട് എന്താണ് പറയുന്നത്? നിർവൈര സർവഭൂതേഷു, എല്ലാ ജീവാത്മാക്കളോടും സുഹൃത് ഭാവത്തിൽ പെരുമാറണം. അതാണ് ഭക്തന്റെ മറ്റൊരു ക്വാളിറ്റി. നിർവൈര സർവഭൂതേഷു, എല്ലാ ജീവാത്മാക്കളോടും കാരുണ്യമുണ്ടായിരിക്കും. എങ്ങനെയാണ് കാരുണ്യം കാണിക്കുന്നത് എന്ന് ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഈ കൃഷ്ണാബോധമാണ് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ട് ഞാൻ അത് എല്ലാവർക്കും കൊടുക്കണം. കൃഷ്ണാബോധം ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നവും തീരും. അവർ ദുഃഖിക്കുന്നത് കൃഷ്ണാബോധം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവർക്കും കൊടുക്കണം എന്നുള്ള മറ്റുള്ളവരോടുള്ള കാരുണ്യ ഭാവമാണ് നിർവൈര സർവഭൂതേഷു. മറ്റുള്ളവരോടും യാതൊരു വൈരവും ഇല്ലാതെ കാരുണ്യപൂർവ്വം പെരുമാറുന്നത്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ശിലപ്രഭാതർ പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യം, അല്ലെ? യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത്, അല്ലെ? നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് എങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കാം? മറ്റുള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കാം, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണ് അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്. അതാണ് ജീസസ് ക്രൈസ്റ്റ് ചെയ്തത്. സ്വയം അദ്ദേഹം കൃഷ്ണാവബോധമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം കൃഷ്ണാവബോധത്തിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച്, തന്റെ പിതാവിനെ കുറിച്ച്, പിതാവ് ഭഗവാൻ തന്നെയാണ്, അല്ലെ? അഹം ബീജപ്രദ പിതാ ഭഗവാൻ പറയുന്നത്.
സർവയോനിഷു കൗന്ദയ മൂർത്തേ സംഭവന്തിയ തസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദത്തില. ഞാനാണ് പിതാവ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നു. ആ പിതാവിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ യേശു ക്രിസ്തു ശ്രമിച്ചു. അതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടതെന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്. എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? അതേ നിർദ്ദേശമാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെയാണ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത്. ജന്മ സാർത്ഥക കരി കരോ പര ഉപകാരം. നമ്മുടെ സ്വന്തം ജന്മം സാർത്ഥകമാക്കുക, കൃഷ്ണാബോധം ഉള്ളതാക്കുക, ഭഗവാന്റെ ഭക്തനാവുക. എന്നിട്ട് എന്ത് ചെയ്യാം? കരോ പരോപകാരം, മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. യാരെ ദേഖോ താരെ കഹോ കൃഷ്ണോപദേശം. ആരെ കണ്ടു കഴിഞ്ഞാലും കൃഷ്ണ ഉപദേശം നൽകുക. ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്ന് പറയുക. കൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ള കാര്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് പരോപകാരം. ഇതാണ് ഭക്തന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു, അതേപോലെ പ്രഹ്ലാദ മഹാരാജാവ്, ഹരിദാസ് ഠാക്കൂർ, ഇവരൊക്കെ ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിച്ച ഏറ്റവും ഉന്നതരായിട്ടുള്ള ഭക്തന്മാരാണ്. അവർക്ക് അതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായി. യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റുക പോലും ചെയ്തു. ഹരിദാസ് ഠാക്കൂറിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു വധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരൊക്കെ പ്രഹ്ലാദ മഹാരാജാവിനെ നിരന്തരമായിട്ട് പല രീതിയിൽ വധിക്കാൻ ശ്രമിച്ചു, പിതാവ് ഹിരണ്യകശിപു. എന്നിട്ടൊന്നും അവർ ആ ഭക്തി ഉപേക്ഷിച്ചില്ല. വീണ്ടും അവരുടെ ആ കാരുണ്യ പ്രവർത്തനം, അവരുടെ ആ സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹം അവർ കൊടുത്തുകൊണ്ടേ ഭഗവാനെ കുറിച്ച് നിരന്തരമായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിർവൈര സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും യാതൊരു ശത്രുതയും ഇല്ലാതെ അവരോട് കാരുണ്യം കാണിക്കുന്ന ഭക്തന്മാർ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എന്ത് സംഭവിക്കും? യസമാമേതി പാണ്ഡവ. ഈ പറഞ്ഞ ഭക്തന്മാരാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് എന്ന് പറയും. അല്ല, അപ്പം നമ്മൾക്കും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭക്തന്മാരാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്തന്മാർ എന്ന അവസാനത്തിലും, ഈ ഭഗവത്ഗീതയുടെ ഉപദേശത്തിന്റെ അവസാനത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. നച്ചതസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമാണ്. അത്രയും പ്രിയപ്പെട്ട ഭക്തന്മാരായിട്ട് എനിക്ക് ആരുമില്ല. ഭഗവാന്റെ ഈ ഭക്തി പ്രചരിപ്പിക്കുന്ന ഭക്തന്മാരുടെ അത്രയും പ്രിയപ്പെട്ട ഭക്തന്മാരായിട്ട് എനിക്ക് ആരുമില്ല എന്ന അല്ലെ. ശ്രീലപ്രഭാതരൊക്കെ ഭഗവാന്റെ ഏറ്റവും അടുത്ത തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത ഭക്തനാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇങ്ങനെ ഭക്തി പ്രചരിപ്പിക്കാൻ ശ്രീലപ്രഭാതർക്ക് സാധിച്ചത്. ശ്രീലപ്രഭാതർ പറയുന്നത് എല്ലാവരും ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാവരും ഭക്തി നമ്മുടെ കഴിവിനനുസരിച്ച് പ്രചരിപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് പറയുന്നത്. സർവസ്വവും പണയം വെച്ച് തന്റെ സേവനത്തിൽ മുഴുകുന്ന ഈ ഭക്തനോട് കൃഷ്ണൻ എത്രയേറെ കനിവുണ്ടാകുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കൂ. ശിലപ്രഭാതർ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ആ നിലയിൽ ഒരു ശുദ്ധഭക്തൻ സദാ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. സർവസ്വവും പണയം വെച്ച് തന്റെ സേവനത്തിൽ മുഴുകുന്ന ഈ ഭക്തനോട് കൃഷ്ണൻ എത്രയേറെ കനിവുണ്ടാകുമെന്ന് ഒന്ന് ഊഹിച്ചു നോക്കും. ദേഹത്യാഗത്തിന് ശേഷം അവർ തീർച്ചയായും പരമോന്നത ലോകത്തിലെത്തും. ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കുന്നവർ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചും ഭഗവാന്റെ ഭക്തി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല, അല്ലെ? അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും, പ്രഹ്ലാദ മഹാരാജാവാണെങ്കിലും, ഹരിദാസ് ഠാക്കൂർ ആണെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കാതെ അവരൊരിക്കലും ഭക്തി പ്രചരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മൾക്ക് സഹിക്കേണ്ടി വരുന്നില്ല. കാരണം എന്താണ്? നമ്മൾ അത്രയൊന്നും ഭക്തി പ്രചരിപ്പിക്കുന്നില്ല, അല്ലെ? വലിയ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർ ദേഹത്യാഗത്തിന് ശേഷം അവർ തീർച്ചയായും പരമോന്നത ലോകത്തിലെത്തും എന്നിവിടെ ശ്രീലപ്രഭാതർ ഉറപ്പിച്ചു പറയും. ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കുന്നവർ തീർച്ചയായിട്ടും ദേഹത്യാഗത്തിന് ശേഷം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. പ്രത്യേകിച്ചും ശ്രീലപ്രഭാതർ എടുത്തു പറയുന്നുണ്ട്, ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രഭാതരുടെ പുസ്തകം വിതരണം ചെയ്യുന്നവർ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് പറയുന്നത്. ശ്രീലപ്രഭാതരുടെ പുസ്തകം വിതരണം ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഇത്രയും പറഞ്ഞതിന് ശേഷം അപ്പോൾ ഈ 5 വാക്കുകൾ, 5 നിർദ്ദേശങ്ങളുടെ വിശദീകരണം
ശീലപ്രഭാതർ എടുത്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി. മത്കർമ്മകൃൻ മത്പരമോ മദ്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യസമാമേതി പാണ്ഡവ. ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഭഗവാന്റെ അടുത്തേക്ക് ഉറപ്പായിട്ടും തിരിച്ചു പോകുന്നത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ, അവസാനത്തെ പാരഗ്രാഫിൽ ശീലപ്രഭാതർ ഈ ഒരു അധ്യായത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചുരുക്കി പറയുന്നുണ്ട്. എന്താണ് വിശ്വരൂപം എന്നുള്ള അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം വിശ്വരൂപം എന്നുള്ള അധ്യായം വിശ്വരൂപത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ എന്താണ് വിശ്വരൂപത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിശ്വരൂപത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഭഗവാൻ കാണിച്ചു. അതിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപവും, അതിനെ ക്ഷണികമായിട്ടുള്ള വിശ്വരൂപം എന്നാണ് പറയുന്നത്, താൽക്കാലികമായിട്ടുള്ള വിശ്വരൂപം കാണിച്ചു. അതേപോലെ ഭഗവാന്റെ മൃത്യുരൂപം കാണിച്ചു. മൃത്യുരൂപമായിട്ട് നിന്ന് എല്ലാ സേനാവ്യൂഹങ്ങളെയും വിഴുങ്ങുന്ന ഒരു ഭീമാകാരമായിട്ടുള്ള രൂപം, സർവസംഹാരിയായ കാലത്തിന്റെ രൂപം, മൃത്യുവിന്റെ രൂപം ഭഗവാൻ കാണിച്ചു. അതിനുശേഷം അർജുനന്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ചതുർഭുജ നാരായണ രൂപം കാണിച്ചു. അതിനുശേഷം ഭഗവാൻ സ്വന്തം ശ്രീകൃഷ്ണ രൂപം കാണിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നിവിടെ ശീലപ്രഭാതർ പറയുന്നത് അല്ലെ? ഇത്രയും കാണിച്ചതിൽ നിന്ന്, ഇത്രയും ഭഗവാന്റെ രൂപങ്ങൾ കണ്ടതിൽ നിന്ന് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്? എന്താണ് നമ്മൾക്ക് വിശ്വരൂപം മുഴുവൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഈ അധ്യായം പഠിച്ചതിന് ശേഷം? എന്താണ് ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായത്? ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചതിന്റെ ഉദ്ദേശം എന്താണ് ഈ അധ്യായത്തിൽ? ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ പ്രഭു, എല്ലാത്തിന്റെ ഉറവിടം കൃഷ്ണനാണെന്നാണ് പ്രഭു. യെസ്, എല്ലാ സഞ്ജീവനി മാതാജി പറഞ്ഞത് കറക്റ്റാണ്. എല്ലാ രൂപങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് വരുന്നത്. എല്ലാ രൂപങ്ങളുടെയും ഉറവിടം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു രൂപമില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വിശ്വരൂപം കാണിച്ചത് അല്ലെ? അതിന്റെ മുന്നേയുള്ള അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭോ, ഞാനാണ് എല്ലാറ്റിന്റെയും ഉറവിടം. അഹം ആദിർഹി ദേവാനാണ്, എല്ലാ ദേവരൂപങ്ങളും എല്ലാ അവതാരങ്ങളും വരുന്നത് എന്നിൽ നിന്ന് തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിശ്വരൂപം കാണിച്ചതിന്റെ പ്രാധാന്യം. വിശ്വരൂപമാണെങ്കിലും ഭഗവാന്റെ കാലസ്വരൂപമാണെങ്കിലും ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപങ്ങളാണെങ്കിലും, നാരായണ രൂപങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നാരായണ രൂപങ്ങളാണെങ്കിലും എല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ രൂപത്തിൽ നിന്ന് വരുന്നതാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് വരുന്നതാണ് എന്ന് വിശ്വരൂപം വായിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വിശ്വരൂപം കാണിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപമാണ് ഏറ്റവും അപൂർവമായിട്ടുള്ളത്. ആ രൂപം ഭഗവാന് സേവനം ചെയ്യുന്നവർക്ക് മാത്രമേ, ഭഗവാന് പ്രേമപൂർവം സേവനം ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും അവസാന ഭാഗത്ത് ശീലപ്രഭാതർ പറയുന്നുണ്ട്. പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി. ആ ബ്രഹ്മസംഹിതയിലെ ശ്ലോകത്തിനെ കുറിച്ച് ശീലപ്രഭാതർ സൂചിപ്പിക്കുന്നുണ്ട്. ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ഭക്തി പ്രേമങ്ങളാൽ ആകൃഷ്ടരായവർക്ക് അദ്ദേഹത്തെ എപ്പോഴും സ്വഹൃദയത്തിൽ കാണാൻ കഴിയുമെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം കാണണമെങ്കിൽ പ്രേമപൂർവം ഭഗവാനെ സേവനം ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ആ കൃഷ്ണരൂപത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കൃഷ്ണൻ അനിവാര്യനും പരമപുരുഷനുമാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ 11-ാം അധ്യായത്തിന്റെ വിശദീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11-ാം അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ. അതിൽ നിന്നാണ് എല്ലാ രൂപവും വരുന്നത്. നാരായണ രൂപമാണെങ്കിലും വിശ്വരൂപമാണെങ്കിലും എല്ലാ രൂപങ്ങളും വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിനാണ് ഈ ഒരു വിശ്വരൂപം ഭഗവാൻ കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. വിശ്വരൂപം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 11-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സമയമായിട്ടുണ്ട്.
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. ഗുരുജി ആത്മസംവേദനം പറഞ്ഞില്ല.